കെ.ടി. ജലീലിനെ മുൻനിർത്തി മുസ്ലിം ലീഗിനെതിരെ രാഷ്ട്രീയ നീക്കം തുടങ്ങി CPM. ലീഗിനെതിരെ സമീപകാലത്ത് ഉയർന്ന ആരോപണങ്ങളെല്ലാം ശക്തമായി ഉന്നയിച്ച ജലീൽ രംഗത്ത് വന്നിരിക്കുകയാണ്. പുതിയൊരു യുദ്ധമുഖമാണ് CPM തുറക്കുന്നത്. പാണക്കാട് കുടുംബത്തെ LDF നേതാക്കൾ വിമർശിക്കാൻ മടിക്കുമെന്നിരിക്കെ പാണക്കാട് കുടുംബത്തെ മറയാക്കി തട്ടിപ്പുകൾ ഒരു കൂട്ടർ നടത്തുന്നുവെന്നാണ് ജലീൽ തുറന്നു പറയുന്നത്. അപ്പോൾ എനിക്ക് പാണക്കാട് കുടുംബത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, പാണക്കാട്ടെ തങ്ങന്മാര് ഒരു സ്വകാര്യ ഏതെങ്കിലും ആളുകൾ ഷെയർ ബിസിനസ്സിൽ തുടങ്ങുന്ന ഒരു സ്വകാര്യ സംരംഭത്തിന്റെയും ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കരുത്. ഉള്ള ചെയർമാൻ സ്ഥാനങ്ങൾ അവർ രാജിവെക്കണം. അവരുടെ പേര് വെച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഒന്നിലും അവരംഗമാകാൻ വേണ്ടി പാടില്ല. പാണക്കാട്ടെ തങ്ങന്മാര് മുൻകാലങ്ങളിൽ പാണക്കാട്ടെ പുക്കോയ തങ്ങള് എത്ര ബിസിനസ് സംരംഭങ്ങളുടെ ചെയർമാനായിട്ടുണ്ട്? പലതും ആയിട്ടുണ്ടോ? ശിഹാബ് തങ്ങൾ ആയിട്ടുണ്ടോ? ഹൈദരലി ശിഹാബ് തങ്ങൾ ആയിട്ടുണ്ടോ? എന്തിനാണ് അവരവരുടെ പേരും അഡ്രസ്സും വിലയും നിലയും ഈ ആളുകൾക്ക് ബിസിനസ് നടത്താൻ വേണ്ടി കൊടുക്കുന്നത്, ആളുകളെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്നത്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന് പ്രഖ്യാപിച്ചിരുന്നയാളാണ് കെ.ടി. ജലീൽ. പക്ഷേ ഇപ്പോൾ സജീവമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം തുടർച്ചയായിട്ട് മലപ്പുറത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നു. അതുപോലെ തന്നെ പാണക്കാട് തങ്ങൾ കുടുംബത്തിനെതിരെ CPM പല കാര്യങ്ങളും പറയുവാൻ മടിക്കുന്ന സമയം കൂടിയാണ്. പക്ഷേ കെ.ടി. ജലീലിനെ ഒരായുധമാക്കി തന്നെയാണ് ഇപ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്നത്. അതുമാത്രമല്ല, ജലീലിനെ എപ്പോഴൊക്കെ മുന്നിൽ നിർത്തി നയിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ അവിടെ LDFന് വിജയം കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. CPM അനുഭാവിയായി കെ.ടി. ജലീൽ വന്നത് മുതൽ മലപ്പുറത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, ജലീൽ പിന്മാറി എന്നൊരു തോന്നലുണ്ടായ ഒരു സമയമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ജലീൽ വീണ്ടും 2026 തെരഞ്ഞെടുപ്പിൽ നാവായി മാറുകയാണ് എന്ന കാര്യം ഉറപ്പിക്കുന്നതാണല്ലോ സമീപകാലത്തെ പല ഇടപെടലുകൾ. അനുമതി, കേൾക്കാമോ? ഏതെല്ലാം വിഷയങ്ങളിൽ ഇപ്പോൾ ജലീലിന്റെ ഇടപെടലാണ്? ഇപ്പോൾ ലീഗ് വിരുദ്ധ പോരാട്ടത്തിൽ ജലീലിനെ വീണ്ടും CPM ആയുധമാക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുന്നത്? മഞ്ജുഷ, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ ലീഗിനെ പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നു. അതിലൊന്ന് മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായ TP ഹാരിസിന്റെ സാമ്പത്തിക തട്ടിപ്പാണ്. മറ്റൊന്ന് നമുക്കറിയാം PK ഫിറോസിന്റെ സഹോദരനായ ഉജയറിനെതിരായ ലഹരി മരുന്ന് കൈവശം വെച്ചതിന് പോലീസ് അന്വേഷിച്ചപ്പോൾ പോലീസിനെ കൈകാര്യം ചെയ്തതിനുള്ള കേസാണ്. അതിനൊപ്പം തന്നെ വയനാട്ടിലെ ഭൂമി വാങ്ങിയതിൽ, പുനരധിവാസത്തിന് വേണ്ടി വയനാട്ടിലെ ഭൂമി വാങ്ങിച്ചതിൽ സംഭവിച്ച അപാകതയും അതിനെ ചൊല്ലിയുണ്ടായ ലാൻഡ് ബോർഡുമായിട്ടുള്ള തർക്കവുമൊക്കെയാണ്. അപ്പോൾ നിരവധി വിഷയങ്ങളിൽ ലീഗിനെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിൽ അതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കെ.ടി. ജലീലിന്റെ രംഗപ്രവേശനം ഉള്ളത്. കെ.ടി. ജലീൽ കൃത്യമായിട്ട് ഈ വിഷയങ്ങളിൽ ലീഗിനെ പ്രതിരോധത്തിലാക്കുന്നു. ഒപ്പം തന്നെ സാധാരണ ഇടതുപക്ഷ നേതാക്കൾ ചെയ്യുന്നതിനും അപ്പുറത്തായിട്ട് പാണക്കാട് കുടുംബത്തിനെതിരെ അദ്ദേഹത്തിന് വിമർശനം ഉയർത്തുന്നു. നമുക്കറിയാം വിജയരാഘവനൊക്കെ പാണക്കാട് കുടുംബത്തിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ ഉണ്ടായ പ്രത്യാഘാതങ്ങളും വലിയ വിമർശനങ്ങളൊക്കെ വന്നു. അപ്പോൾ ജലീൽ പറയുന്നത് താൻ ഒരു പ്രാക്ടീസിങ് മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെതിരെ വിമർശനങ്ങൾ ആധികാരികമായിട്ട് താൻ ഉന്നയിക്കുമ്പോൾ അതിനവർ മറുപടി പറയേണ്ടതുണ്ട്. കാരണം ലീഗുകാരെ എനിക്ക് അറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, പാണക്കാട് കുടുംബം അവര് ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ബോർഡിൽ അവരെ തലപ്പത്തിരുത്തി തുടർന്ന് വലിയ സാമ്പത്തിക തട്ടിപ്പ് പലരും നടത്തുന്നു എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ പാണക്കാട് കുടുംബം ഇത് അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും അത് വലിയ തോതിൽ തന്നെ ലീഗ് അണികളെയും അവരുടെ സാമ്പത്തിക ഭദ്രതയൊക്കെ തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. അപ്പോൾ പാണക്കാട് കുടുംബം അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർത്തണമെന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. മറ്റാരാണെങ്കിലും, ജലീലിന് പുറമെ മറ്റേതെങ്കിലും ഇടതുപക്ഷ നേതാവാണെങ്കിലും ഒരു പക്ഷേ ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും വലിയ തോതിൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ മുസ്ലിം ലീഗ് രംഗത്തെത്തുകയും ചെയ്യുമായിരുന്നു. രണ്ടാമതായിട്ട് വയനാട്ടിലെ ഭൂമി വാങ്ങിയ വിഷയം, അതിൽ അദ്ദേഹം ആ സ്ഥലം സന്ദർശിക്കുകയും അതിനുശേഷം അവിടെ ഒരു ഭൂമി തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. തോട്ടഭൂമിയിൽ, അതായത് വീട് നിർമ്മിക്കാൻ അനുവാദം കിട്ടാൻ സാധ്യതയില്ലാത്ത തോട്ടഭൂമി ഉയർന്ന വിലയ്ക്ക് വാങ്ങിയാണ് അവിടെ മുസ്ലിം ലീഗ് പുനരധിവാസത്തിന് വേണ്ടി ശ്രമം നടത്തുന്നത് എന്നാണ്
ജലീൽ രണ്ടാമതായി പറഞ്ഞത്. ആ കാര്യത്തിൽ ലാൻഡ് ബോർഡിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ്. അത് തോട്ടഭൂമിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മൂന്നാമതായിട്ട് ജലീൽ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് മുസ്ലിം ലീഗിന്റെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ്. മലപ്പുറം ജില്ലാ ലീഗ് കമ്മിറ്റി തുടങ്ങിയ സാമൂഹ്യക്ഷേമ പദ്ധതി അതിൽ പരാതികളുണ്ടെന്നും അതുപോലെ തന്നെ യൂത്ത് ലീഗ് നടത്തിയ പല പണപ്പിരിവുകളും അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ തുടങ്ങുന്ന ആരോപണങ്ങൾ PK ഫിറോസിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചാണ് ലീഗിനെതിരെയുള്ള പോരാട്ടം ജലീൽ ഇപ്പോൾ നടത്തുന്നത്. ജലീലിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഈ ഒരു നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ജലീൽ ഈ തുടങ്ങി വെച്ച ഈ ഒരു പോരാട്ടം അത് ഇടതുപക്ഷം ഏറ്റെടുക്കുകയാണ്. ഇതിപ്പോൾ LDF മലപ്പുറം ജില്ലാ കമ്മിറ്റി തന്നെ 12-ാം തീയതി ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. അതായത് TP ഹാരിസ് വിഷയത്തിൽ. അപ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തെടുത്ത് ജലീൽ ലീഗിനെ വിമർശിക്കുകയും ഇടതുപക്ഷം അത് ഏറ്റുപിടിക്കുകയും അത് രാഷ്ട്രീയമായിട്ട് വീട്ടിലെ പ്രചാരണ വിഷയമാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗ് പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടപെടുകയാണ്. ഇപ്പോൾ KPO റഹ്മത്തുള്ള മാധ്യമപ്രവർത്തകൻ ചേരുകയാണ്. ലീഗ് രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളയാളാണ്. ശ്രീ KPO റഹ്മത്തുള്ള, മുസ്ലിം ലീഗിനെതിരെ CPM-ന് പ്രയോഗിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധം എന്ന രീതിയിൽ വീണ്ടും ജലീൽ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ജലീൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന രീതിയിലുള്ള സൂചനകളും നൽകിയതാണ്. പക്ഷേ ഈ നീക്കം എത്ര കണ്ട് വിജയിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? എന്തായാലും മുസ്ലിം വോട്ടുകളുടെ ഷിഫ്റ്റിംഗ് ആണല്ലോ CPM ഉദ്ദേശിക്കുന്നത്. KT ജലീൽ പറഞ്ഞ കാര്യം 100% സത്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പാണക്കാട് കൊടപ്പനക്കൽ തങ്ങൾ കുടുംബം കേരളത്തിന്റെ തന്നെ, മുസ്ലിങ്ങളുടെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ആദരവും അഭിമാനവും ഒക്കെമായ ഒരു കുടുംബമാണ്. അവർ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ പാടില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പാണക്കാട് തങ്ങൾ കുടുംബം അവരുടെ വിശ്വാസ്യത തകർക്കുന്ന ഒരു ഷെയർ ബിസിനസ്സുകളിലും ഉണ്ടാവാൻ പാടില്ല. ജലീൽ പറഞ്ഞതിനപ്പുറം വിദേശ രാജ്യങ്ങളിലെ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വാങ്ങിക്കൊടുക്കുന്ന ഗ്രൂപ്പുകൾക്ക് വേണ്ടി പോലും പാണക്കാട് തങ്ങന്മാർ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്ന അവസ്ഥയാണുള്ളത്. മാത്രമല്ല തങ്ങൾ കുടുംബത്തിൽപ്പെട്ടവർ മുന്നിൽ നിന്ന പല ബിസിനസ് സംരംഭങ്ങളിലും പണം മുടക്കിയവർ വലിയ പ്രതിസന്ധിയിലാണ്. ആദായം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കാതെ തുടങ്ങി വെക്കുക പോലും ചെയ്യാതെ കോടിക്കണക്കിന് രൂപ നിക്ഷേപം സ്വീകരിച്ച ഒരുപാട് പദ്ധതികളുണ്ട്. അതിന്റെ ഒരറ്റത്ത് മാത്രമാണ്, കല്ലായി പാലത്തിന്റെ അറ്റത്ത് മാത്രമാണ് ജലീൽ കൈവച്ചിട്ടുള്ളത് എന്നതാണ് സത്യം. തട്ടിപ്പ് നടത്തുന്ന ഏജൻസികൾ, തട്ടിപ്പ് നടത്തുന്ന ആളുകൾ മുഴുവൻ പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഒരാളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അതിനെ ചോദ്യം ചെയ്യാൻ പോലും സമൂഹത്തിന് സാധിക്കാത്ത രൂപത്തിലുള്ള തട്ടിപ്പുകൾ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് എന്നതാണ് സത്യം. അങ്ങനെയുള്ള ഒരു മാഫിയയ്ക്ക് മുന്നിൽ നേതൃത്വം നൽകുന്ന രൂപത്തിലേക്ക് പാണക്കാട് തങ്ങൾ കുടുംബം മാറുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ നിഴലിൽ പാണക്കാട് തങ്ങൾ കുടുംബത്തെ നിർത്തുന്ന മാഫിയയെ കുറിച്ച് അവർ മനസ്സിലാക്കി അവർ ഇവിടെ ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ CPM ഡയറക്റ്റ് ആയിട്ട് പാണക്കാട് കുടുംബത്തെ അങ്ങനെ ആക്രമിക്കാറില്ല. അപ്പോൾ ജലീലിനെ അതിൽ ഇടനിലക്കാരനാക്കി നിർത്തി ആ ഒരു ആയുധം വീണ്ടും തേച്ച് മിനുക്കി എടുക്കുന്നു. ഇത് തന്നെയല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത്? കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മൂവ്. മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നതും അവരെ ജനം ആദരിക്കുന്നതും ഒക്കെ കൊടപ്പനക്കൽ തറവാടിനോടുള്ള ആദരവ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കം വളരെ ശക്തമാകുന്നു എന്നതാണ് സത്യം. അത് അങ്ങനെ ശക്തമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് KT ജലീൽ ഇപ്പോൾ നടത്തുന്ന യുദ്ധം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് മുസ്ലിം വോട്ടുകൾ സമാഹരിക്കുക എന്ന മറ്റൊരു ലക്ഷ്യം കൂടി ഈ കാര്യത്തിലുണ്ട്. എന്നാലും ജലീൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ജലീൽ ഇപ്പോൾ ശരിയുടെ പക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ശരി ശ്രീ റഹ്മത്തുള്ള, അനുമതി കൂടി ചേരുകയാണ്. അനുമതി, റഹ്മത്തുള്ളയുടെ വാക്കുകൾ ഈ ജലീലിനെ ശരിവെക്കുന്ന രീതിയിലുള്ളതാണ്. എതിർ നീക്കം ഏത് രീതിയിലാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഫിറോസിന്റെ കാര്യത്തിലൊക്കെ വലിയ പ്രതിരോധത്തിലായിട്ടുണ്ടല്ലോ ഇപ്പോൾ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ വയനാട്ടിലെ ഭൂമി പ്രശ്നത്തിലും പാണക്കാട് കുടുംബത്തിന്റെ ഷെയർ ബിസിനസ്സിലുമൊക്കെ. തീർച്ചയായും ഈ വിഷയത്തിൽ പാണക്കാട് കുടുംബത്തിന്റെ വിഷയത്തിൽ ആരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് അവഗണിച്ച് തള്ളിക്കളയുക എന്ന നിലപാടാണ് ലീഗിനുള്ളത്. മറ്റു രണ്ട് കാര്യങ്ങളിലും PK ഫിറോസിന്റെ സഹോദരന്റെ വിഷയത്തിൽ ഫിറോസ് തന്നെ പ്രഖ്യാപിച്ചതാണ് നിലപാട്. അതിൽ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് ലീഗ് നേതൃത്വം പറയുന്നു. ഭൂമിയുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇപ്പോഴും അത് സാധ്യമാണ്, സർക്കാരിന്റെ ചില നടപടികളാണ് ഇതിന് തടസ്സമാവുന്നത് എന്ന് പറയുകയും
KT ജലീലിനെ മുൻ സിമി നേതാവ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടാണ് വയനാട് മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഇതിൽ പ്രതികരിച്ചിട്ടുള്ളത്. അതിന് ജലീൽ നൽകിയ മറുപടിയും വളരെ പ്രസക്തമാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് താൻ അങ്ങനെ ഒരു സ്വഭാവത്തിലുള്ള സംഘടനയിലൂടെ വന്നതാണ്, അതേ സ്വഭാവത്തിലൂടെ വന്ന ആളാണ് അബ്ദുൽ സമദ് സമദാനിയും എന്നും അതേ സ്വഭാവത്തിലുള്ള സംഘടനയിൽ പ്രവർത്തിച്ചാണ് അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ അദ്ദേഹം സമദാനി പ്രവർത്തനം തുടങ്ങി. തനിക്കെതിരെ വന്ന വിമർശനങ്ങളെ അത് ലീഗിലേക്ക് തന്നെ തിരിച്ചുവിടാൻ KT ജലീലിന് സാധിച്ചു എന്നുള്ളതാണ് അതിന് മറ്റൊരു വിഷയം. അപ്പോൾ ലീഗിനെ സംബന്ധിച്ച് ഈ ജലീലിന്റെ വിഷയങ്ങൾ, ജലീൽ ഉന്നയിച്ച വിഷയങ്ങൾ കൃത്യമായ മറുപടി ആരും നൽകിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പ്രധാനപ്പെട്ട ഒരു കാരണം ലീഗ് നേതാക്കളൊക്കെ പലരും ഇപ്പോൾ മലപ്പുറത്തില്ല, പലരും ഡൽഹിയിലും ഒക്കെയാണ്. ഉള്ള നേതാക്കൾ തന്നെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ തയ്യാറായിട്ടുമില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വാണക്കാട് കുടുംബത്തിനെതിരായ വിമർശനങ്ങളിൽ ലീഗ് കരുതലോടെ തന്നെയാണ് പ്രതികരിക്കുക. വയനാട്ടിലെ ഭൂമി പ്രശ്നത്തിലേക്ക് വരികയാണെങ്കിൽ അത് സർക്കാരിന്റെ ഒരു നീക്കമാണ്, ലീഗിനെ തകർക്കാനും തളർത്താനും എന്ന തരത്തിലാണ് അവർ വിശദീകരിക്കുന്നത്. അതിന്റെ വസ്തുതകളിലേക്ക് അവർ പോകുന്നില്ല. എന്ന് വീട് പണി തുടങ്ങാനാകുമെന്ന കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും മറുപടി പറയാനായിട്ടില്ല. CK ഫിറോസിന്റെ കാര്യത്തിൽ ഫിറോസ് മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി എന്തിനാണ് അതിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. TP ഹാരിസിന്റെ വിഷയത്തിൽ അത് TP ഹാരിസ് ഒറ്റയ്ക്ക് ചെയ്ത ഒരു കള്ളത്തരമാണ്, അതിൽ തങ്ങൾക്ക് റോളില്ല എന്ന് ജില്ലാ പഞ്ചായത്തും ലീഗ് നേതാക്കളും പറയുന്നു. അങ്ങനെ ഓരോ വിഷയങ്ങളിലും ലീഗ് കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി പ്രതിരോധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരുപക്ഷെ ജലീലിന്റെ കൂടുതൽ തെളിവുകളുമായിട്ട് ഈ വിഷയങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ അതിൽ ഒരുപക്ഷെ ലീഗ് എങ്ങനെ പ്രതിരോധിക്കുമെന്ന ചോദ്യമാണ് നൽകിയത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ച KT ജലീലിന്റെ നീക്കങ്ങൾ വീണ്ടും ശ്രദ്ധേയമാവുകയാണ്. ലീഗ് വിരുദ്ധ പോരാട്ടത്തിൽ CPMന്റെ പ്രധാന ആയുധമായി മലപ്പുറം ജില്ലയിൽ KT ജലീൽ വീണ്ടും മാറുകയാണ്.